ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇച്ചൻ ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ മാങ്ങ അച്ചാറുണ്ടാക്കി തീർന്നു. അപ്പോൾ കുറച്ച് നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ട്, നല്ല പൊടിയുള്ള മാങ്ങയാണ്. അപ്പോൾ അത് ഒന്ന് അച്ചാറിടും. പിന്നെ ഉണ്ടാവും, പിന്നെ ഒരു 2-3 ദിവസത്തേക്കുള്ള കറി. കാരണം അടുപ്പിച്ച് ഡ്യൂട്ടി കിട്ടിയതുകൊണ്ട് നമ്മൾ കറി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാനുള്ള പ്ലാനാണ്. ഒന്നുമില്ല, ബീഫ് ഇത് UK-ലുള്ളവർക്ക് അറിയാം, ലിഡിലെ ബീഫാണ്. ഇത് ഫ്രൈ ഉണ്ടാക്കാൻ നല്ലതാണ്, വേറെ കറി വെക്കാൻ കൊള്ളില്ല. ഫ്രൈക്ക് മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബീഫും പച്ചക്കായും കൂടി ഒരു ഒലത്താണ്. അടിപൊളി. അത് ഒരു 2-3 ദിവസം കഴിക്കുന്നതിനനുസരിച്ച് ഇരുന്നോളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. ഇഷ്ടപ്പെട്ടില്ലേ, ഞാൻ ബീഫ് കഴിക്കില്ല, അതുകൊണ്ട് പെട്ടെന്ന് തീരും. അപ്പോൾ ഇത് എനിക്ക് ഒരാഴ്ചത്തേക്ക് ഉണ്ടാവും. ഇനി ഇന്നൊന്നുമില്ല, പിന്നെ നമ്മുടെ എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്ന കാരണം ഇത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇത് ഈ പരിപാടികൾ ചെയ്യുള്ളൂ. ഒരാഴ്ചത്തേക്കുള്ള അപ്പോൾ ഒന്നുമില്ല, ഇന്ന് എന്താക്കണമെന്ന് വെച്ചാൽ മാങ്ങാച്ചാർ ഉണ്ടാക്കും. മാങ്ങാച്ചാർ ബീഫും കായും കൂടി വളർത്തിയത്, ചിക്കൻ്റെ കറി. ഇത് എല്ലാം കൂടി ഒറ്റ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ ഹോട്ടൽ ഫീൽഡാണ്. എനിക്കിപ്പോൾ ഇനി നാളെ തൊട്ട് ഡ്യൂട്ടി തുടങ്ങും. പിന്നെ എനിക്ക് അടുത്ത ചൊവ്വാഴ്ച ആയിരിക്കും ഇനി ഈ പറഞ്ഞ സമയം കിട്ടുള്ളൂ. വൈഫ് പറഞ്ഞ ടീച്ചറാണ്, അപ്പോൾ അവൾക്കും ഫ്രൈഡേ വരെ അവളും തിരക്കായിരിക്കും. എനിക്ക് മൺഡേ ടു ഫ്രൈഡേ എനിക്ക് സ്കൂളുണ്ട്. ഇച്ചനാണെങ്കിൽ എല്ലാ ദിവസവും ട്യൂസ്ഡേ ഇല്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് അച്ചാറും അങ്ങനെ ഞങ്ങൾ മേടിക്കാറില്ല, എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരുപാട് ചെറുതാക്കണില്ല. ഞാൻ പറഞ്ഞു ഞാൻ പൊടിയിട്ട് വാട്ടണം, കാരണം അത് കുറച്ച് ദിവസം ഇരിക്കാനുള്ളതുകൊണ്ട് മാത്രം കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഇച്ചൻ മാങ്ങ അരിഞ്ഞ് തീർത്തു. ഇനി നമ്മളതിനകത്തേക്ക് ഉപ്പ്, നേരത്തെ കുറച്ച് മാങ്ങയിൽ ഉള്ള ജലാംശമൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവശ്യത്തിന് ഉപ്പ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാറുണ്ട്, ഈ ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് ആരും പേടിക്കരുത്. ഉപ്പ് കൂടി പോയെന്നും പറയരുത്, കാരണം ഇതിനധികം ഇതാണ് നമ്മുടെ ഉപ്പ് കേട്ടോ. ഇതിന് വലിയ നാട്ടിലത്തെ ഉപ്പ് പോലെ അത്ര ഉപ്പില്ല. ഉപ്പില്ല അത്ര. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് അങ്ങ് ഇളക്കുക. കുറച്ച് വലുതായിട്ട് അരിഞ്ഞിട്ടാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സദ്യക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തീരെ കറങ്ങ് കുറച്ച് അരിയാം, കാരണം അത് തലേദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കാം. ഇത് നമ്മൾ മിനിമം ഒരു മാസം 2 മാസം യൂസ് പോലെ കേട്ടോ. ഒരു മാസം 2 മാസം ഒന്നും ഇരിക്കാറില്ല. ഞങ്ങളുടെ ഒരു മാസം ഇരിക്കാറുണ്ട്. ഒരു മാസം ഇരിക്കും മാക്സിമം. എന്ത് കറി ഉണ്ടെങ്കിലും ഇച്ചിന് അച്ചാറുണ്ടാക്കിയാൽ അച്ചാറും കൂടെ വേണം. എനിക്കും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഈ ഒച്ചിന്റെ ഫേസ് എക്സ്പ്രഷൻ ഉണ്ട്. ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇടണം. വീണ്ടും ഉപ്പിടുക, വീണ്ടും ഇളക്കുക. കുറച്ച് കുറവുണ്ട്. അപ്പൊ അങ്ങനെ സെറ്റായി. ഓക്കെ, ഇനി ഇതിന്റെ പൊടികളൊക്കെ ഇട്ട് മൂപ്പിക്കാനുള്ള പരിപാടി നമുക്ക് നോക്കാം. അതിന്റെ പരിപാടികളിലേക്ക് കിടക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കാം. അതിന് വേണ്ടി ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. അപ്പൊ നമ്മൾ മാങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉണക്കമുളക്, ഇത്ര മതിയോ? ഇത്രയും സാധനങ്ങൾ മതി. ഭയങ്കര ഈസിയാണ് മാങ്ങാച്ചാർ. പൊടികൾ ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ സാധനങ്ങൾ ഇത് മതിയല്ലോ. പിന്നെ ഇനി എക്സ്ട്രാ പൊടിയും കൂടെ മതി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുക്കിംഗ് പഠിച്ചു വരുന്നവർ ടേബിൾ സ്പൂൺ, ടീസ്പൂൺ തമ്മിലുള്ള ഡിഫറൻസ് അറിയണം. ആരുടെ ഡയലോഗാണ് അറിയിച്ച ഷാൻജിയോന്റെ. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഞാനിവിടെ കൈക്കണക്കിനാണ് പൊടിയൊക്കെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. സ്പൂൺ വെച്ചാൽ മതി. ഇതാണ് ടേബിൾ സ്പൂൺ. ടീസ്പൂൺ എന്താണ്? ടീസ്പൂൺ ഇതിന്റെ ചെറുത്. 2 ടീസ്പൂൺ ചേരുമ്പോഴാണ് ടേബിൾ സ്പൂൺ ആവുന്നത്. ഓ, അതായത് ഈ 2 ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ 2 ചേരുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ അല്ലേ? ടീസ്പൂൺ ആണ് കുഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. അതെ. അതായത് 2 കേട്ടോ. ഈ ടീസ്പൂൺ 2 ചേരുന്നതാണ് ഈ ടേബിൾ സ്പൂൺ. അതിന്റെ അളവ് അല്ല, 2 ചേരുന്നല്ലേ. നമ്മൾ അങ്കത്തട്ടിലേക്ക് ഇറങ്ങാണ്. അതിന് മുമ്പ് സൈഡൊക്കെ തുടച്ച് നല്ല ഭംഗിയായിട്ട്. എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം ക്ലീൻ ആയിരിക്കണം എന്നാണ് ഇച്ചന്റെ പോളിസി. നീറ്റ് ആൻഡ് ക്ലീൻ. ഞാനാണ് കിച്ചണിൽ കയറുന്നതെങ്കിൽ ആന കരിമ്പങ്കാട്ടി കയറിയ പോലെ ആയിരിക്കും. എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്ലീൻ ചെയ്യും. നിങ്ങൾ ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെടും? കിച്ചൺ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്ത് പോകും. കിച്ചൺ കുറച്ച് ഓർഗനൈസ്ഡ് ആണ്, ഞാൻ ഓർഗനൈസ്ഡ് അല്ല. അതാണ് ഞങ്ങൾ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. എണ്ണ ചൂടായതിനു ശേഷം, എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കടുകിട്ട് നോക്കുന്നത്. അന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, എന്താ വെച്ചാ നോഹ മഴ മാറിയെന്നറിയാൻ. കാക്കനല്ല, കൊക്കിന. എന്തായിരുന്നു പറഞ്ഞാൽ ഓർക്കുന്നത്. സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചാണ്. അല്ല, സൺഡേ സ്കൂളിലെ ടീച്ചറാണ്. പക്ഷെ ടച്ച് ഞാൻ സൺഡേ സ്കൂളിൽ +2 വരെ പഠിച്ചു. ഞാനാണ് ഏറ്റവും കൂടുതൽ പഠിച്ചത്. ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിൽ ഡിഗ്രി കൂടെ പഠിക്കാൻ. ഇച്ചൻ എത്ര വരെ പഠിച്ചാൽ പറ? 10 ഫെയിൽ. എത്ര അഭിമാനത്തോടെ പറയുന്നത് നോക്കി. ഞാൻ പരീക്ഷ എഴുതാനായിട്ട് പാവം. പക്ഷെ ആ പള്ളിക്ക് ചുറ്റും ഓടിച്ചിട്ടും കണ്ട ഒരു പരീക്ഷയ്ക്ക് ഇരുത്തേ. ഞങ്ങളുടെ പ്രിൻസിപ്പൾ, ഞങ്ങളുടെ അച്ഛൻ ബാബു സാർ ബാബു സാർ എന്നെ പിടിച്ചു പിടിയാലെ കൊണ്ടിരുത്തിക്കൊണ്ട് 10ാം ക്ലാസ് തോറ്റുപോയി.
പക്ഷെ 10ാം ക്ലാസ് ജയിച്ചാലല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെ കല്യാണം കഴിച്ചേ? ആഹാ, അത് കൊള്ളാം. അതിന് വേണ്ടി മാത്രമാണ് എന്റെ ആങ്ങളെയൊക്കെ 10ാം ക്ലാസ് ജയിച്ചത്. ഇതേ നമ്മളിനി കടുകിട്ടു, ഉലുവ ഇട്ടു. അത് കടുക് പൊട്ടി ഉലുവ നല്ല ബ്രൗൺ കളറായി. ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്ന മുളക്, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഇഞ്ചി. എനിക്കൊക്കെ ആ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നു കേട്ടോ. ചുമന്ന മുളക് എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് ചുമന്ന മുളക്, കറിവേപ്പില. ആദ്യം എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, ഉലുവ ഇട്ടു. കടുക് ഇപ്പൊ ഞാൻ എടുത്താണ് 1.5 കിലോ മാങ്ങയാണ്. 1.5 കിലോ മാങ്ങയ്ക്ക് ഞാൻ എടുത്താണ് കടുക് 1 സ്പൂണാണ്. കടുകിന്റെ അളവൊന്നും സീനില്ല, അതിപ്പോ നമ്മുടെ ഒരു ഇഷ്ടത്തിന് കിട്ടാൻ മതി. അച്ചാറിന് ഉലുവ നിങ്ങൾ പൊടിച്ച് ചേർക്കണമെങ്കിൽ ഒരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ കടുക് എന്തോരാണ് എടുക്കണം അതിന്റെ നേരെ പകുതി ഉലുവ ചേർക്കണമെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അതിപ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്താൽ ഞാൻ 1 ടീസ്പൂൺ ഉലുവയാണ് ചേർക്കുന്നത്. അതായത് 1 ടേബിൾ സ്പൂൺ കടുകാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ ഉലുവ ഇട്ടാൽ മതി. അതാകുമ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ്. അത് ഉലുവ പൊടി ഞാൻ ചേർക്കുന്നില്ല, അതുകൊണ്ടാട്ടോ. ഇത് അരിഞ്ഞു വെച്ച ബാക്കിയുള്ള വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ചുവന്നമുളക് എല്ലാം കൂടി ഇട്ട് മൂപ്പിക്കുകയാണ് കേട്ടോ. ഇത് മൂത്തതിന് ശേഷം പിന്നെ എന്താണ് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് ഇനി വേറൊന്നുമില്ല. ഇനി നല്ലൊരു ബൗൾ എടുത്തിട്ട് എന്തിനാണോ എനിക്ക് അറിയില്ല. അച്ഛൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കാം? നല്ല ബൗൾ എടുത്ത് സൈഡിൽ വെക്കുക. അതിനകത്തേക്ക് വേണ്ട പൊടികൾ എടുത്ത് പുറത്ത് വയ്ക്കുക. ഞങ്ങളുടെ ഫ്രണ്ടിലാണ് പോലീസ് സ്റ്റേഷൻ, അതുകൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ബ്രാഹ്മിൻസിന്റെ അച്ചാർ പൊടിയാണ് ഞങ്ങൾ എടുക്കുന്നത്. എത്ര ടേബിൾ സ്പൂൺ? ഇതിപ്പോൾ അളവൊക്കെ കാണിച്ചാലോ? അളവൊക്കെ കാണിച്ചാൽ എന്നാലേ ശരിയാവത്തുള്ളൂ. 2 ടേബിൾ സ്പൂൺ എന്ന് ഞാൻ പറയും അല്ലേ. 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി, കാശ്മീരി 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞപ്പൊടി അച്ചാറിന് അധികം വേണ്ട, അല്ലേ. അപ്പൊ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ ഇത് ഒറിജിനൽ മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ. പിന്നെ നമ്മുടെ മെയിൻ സാധനം, ഇതിന്റെ പേരാണ് കായപ്പൊടി അല്ലേ. കായപ്പൊടി 1 ടേബിൾ സ്പൂൺ കായപ്പൊടി. ഇത് അടുപ്പത്ത് തീ കുറച്ച് നോട്ടാ, അല്ലെങ്കിൽ കത്തിപ്പോവും. അതുവരെ അത് അടുത്ത ടിപ്പാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ എല്ലാം കൂടി ഇട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, അച്ചാർ പൊടി, കുറച്ച് മെയിൻ സാധനം ഉപ്പ് നമ്മൾ ഓൾറെഡി മാങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ആവശ്യത്തിന് ഇട്ടാൽ മതി, കൂടുതലാവരുത്. ഇതിങ്ങനെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ കറികൾ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ പറഞ്ഞ പൊടികളെല്ലാം ഒറ്റ ടൈമിൽ മൂത്ത് കിട്ടും, അത് കുക്കായി കിട്ടും. മമ്മി അങ്ങനെ ചെയ്യാറല്ലോ അല്ലേ. തീ വളരെ കുറച്ചിടുക. ഇതെല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞ 1 മാസമൊക്കെ വെക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ജലാംശം മൊത്തം പോകണം. അതിനനുസരിച്ച് അത്രയും ഫ്രൈ ആയിട്ട് മുരിച്ചെടുക്കണം. ഇതിപ്പോൾ എല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഓവർ കരിഞ്ഞു പോയിട്ടില്ല. ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത പൊടി വെള്ളം കരുതി വെക്കുക. എപ്പോൾ വേണമെങ്കിലും കരിഞ്ഞു പോകും അല്ലേ, അതുകൊണ്ടാണോ അധികം കരിയാതിരിക്കാം. നമ്മുടെ പൊടി ഏറെക്കുറെ നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്. വീണ്ടും എന്തിനാ പൊടി എടുക്കണം? ഇനി പൊടിയല്ല, വിനാഗിരി. ഇനി ഇവിടുത്തെ വൈറ്റ് വൈൻ വിനാഗിരി ബ്രാൻഡി കുപ്പി ഒഴിക്കണം. അപ്പൊ പൊടികൾ നന്നായിട്ട് വിനാഗിരി ഒഴിക്കണേക്കാൾ മുമ്പ് നമ്മൾ കുറച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം തിളപ്പിച്ചാറ്റണം. നിർബന്ധമൊന്നുമില്ല, ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കാരണം തിളപ്പിച്ച് വെച്ചിട്ട് കുറെ നേരം ആയതുകൊണ്ട് അത് ആറിപ്പോയി, അതുകൊണ്ടാണ് തിളപ്പിച്ചാറ്റ. ഇതും ഈ പറഞ്ഞ ടിപ്പല്ല, ഇത് സാധാരണ ഈ ചെയ്തവർക്ക് അറിയാൻ പറ്റും. പൊടി നമ്മൾ ഓൾറെഡി നല്ല സ്പൈസി ആയിട്ട് മൂത്തിരിക്കണ്ടോ. അപ്പോൾ അതിനകത്തേക്ക് വിനാഗിരി ഒഴിക്കുമ്പോൾ വെച്ചാൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ആ ഒരു ഗ്യാസ് പുറത്തേക്ക് വരും, പെട്ടെന്ന് തുമ്മാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ലൈറ്റ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വിനാഗിരി ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നിന്ന് രക്ഷപ്പെടാം. വിനാഗിരിക്ക് അളവിലുണ്ടോ? വിനാഗിരി ഒരു 100 ml വേണ്ട, ഒരു 50 ml മതി. എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ. കാരണം മാങ്ങയ്ക്ക് ഓൾറെഡി പുളി ഉള്ളതുകൊണ്ട് നമ്മൾ അധികം വിനാഗിരി ചേർക്കില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് നല്ല സെറ്റ് ആവണം. അതിനുശേഷം മാങ്ങ ഇടുക, ബാക്കി ഉപ്പ്, കായം ഇതൊക്കെ നോക്കുക. റെഡി അച്ചാർ റെഡി. മറ്റേ നവീൻ ബ്രോന്റെ ഡയലോഗ് ആട്ടോ. നവീനോ? ഞങ്ങളുടെ ബൂമ്പാങ് അങ്ങനെ പേര്, ഒറിജിനൽ പേര് നവീൻ ജോബ്. ഓക്കെ, അച്ഛൻ ബ്രോന്നാ വിളിക്കുന്നത്, കാരണം അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്, അത് കണ്ടുകൊണ്ടിരിക്കും. ഞാനത് ബൂമ്പാങ്ങിന്റെ ഫാനാണ്. ബ്രോ കാണാൻ ഒരു കമന്റ് അടിച്ചത് കാണുവാണെങ്കിൽ ഞങ്ങളെയും കൂടെ സപ്പോർട്ട് ചെയ്യുക.
ഞാൻ പേളി മണി ഫാനാണ് കേട്ടോ. നിങ്ങൾ ആരുടെ ഫാനാ? ആരെങ്കിലും ഒക്കെ പറ ഞങ്ങളുടെ ഫാനാണ്. അല്ല ഞങ്ങൾ തന്നെ പറയേണ്ടി വരും. അപ്പൊ ഇത് സ്പൂണിലൊക്കെ നോക്കേണ്ടത്. ഇച്ചനെ കൈട്ട് വാരി. ഇതാണ് ഇച്ചന്റെ മെയിൻ. നമുക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ എന്തോ അങ്ങനെ നമ്മള് വേറെ നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ പുറത്തുള്ളവർക്ക് വേണ്ടി കുക്ക് ചെയ്യുമ്പോൾ നല്ല ഹോട്ടലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലൗസ് യൂസ് ചെയ്യും. ഗ്ലൗസ് അല്ല, ഇതുപോലെ സ്പൂൺ ഉണ്ടാവും, അതിൽ ടേസ്റ്റ് ചെയ്യും, കൂടുതലുണ്ടാവും, ടേസ്റ്റ് ചെയ്യും, വാഷ് ചെയ്യും, കിട്ടും. അല്ലെങ്കിൽ ഹൈജീൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നമ്മൾ ഹൈജീൻ അത്ര ഇമ്പോർട്ടൻറ്റ് ആണ്, പക്ഷെ നമ്മൾ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി, അച്ചാറിന് മസാല റെഡി. ഇനി നമ്മുടെ മെയിൻ സാധനം നമ്മൾ അരിഞ്ഞു വെച്ചാണ് മാങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുക. എൻ്റെ വായിൽ വെള്ളം വന്നുണ്ട്. മാങ്ങ ഇട്ടതിന് ശേഷം തീ കുറച്ചിട്ട് കേട്ടോ, ഒരുപാട് അങ്ങനെ ചൂടത്തിട്ട് വേവിക്കണ്ട, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഓ, മാങ്ങ ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി അല്ലേ? അതുകൊണ്ട് അതിൻ്റെ ചൂട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളിങ്ങനെ വാട്ടണതുകൊണ്ട് കനം കുറഞ്ഞരിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് മഷി പോലെ ഉടഞ്ഞു പോകും. എന്റെ വായന വെള്ളം വരുന്ന വെച്ചാ കുറച്ചും കൂടി നല്ല വലിപ്പത്തിൽ അരിയുന്നതുകൊണ്ട് എന്താ പ്രയോജനം? ഇങ്ങനെ നല്ല കട്ടിയായിട്ടാണ് ഇരുന്നത്. എക്സ്പോസ്റ്റിന്റെ സൗണ്ട് ഇതിൽ കേൾക്കായിരിക്കും. ചുരുങ്ങിയത് ഒരു മാസം 1.5 മാസമൊക്കെ ഇരിക്കുമെന്ന് വിചാരിക്കാണ്. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്തോട്ടെ. ചൂടാണോ? ചൂട് 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 വേണ്ട. വാവ്, സൂപ്പർ സൂപ്പർ. നല്ല എരിവ്, നല്ല എരിവും അത്യാവശ്യത്തിന് പുളി കുറച്ച് നാളും കൂടെ ഇരിക്കുമ്പോൾ പിടിക്കൂല. പക്ഷെ ഈ പുളിയും ഉപ്പൊക്കെ പിടിച്ചു വരുമ്പോഴത്തേക്ക് ഞങ്ങൾ തീർക്കും. അതാണ് ഞങ്ങളുടെ പ്രശ്നം. അപ്പൊ നമ്മൾ അച്ചാർ റെഡിയായി. സാഹസികമായി അച്ചാർ നമ്മൾ റെഡിയാക്കി. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അച്ചാർ റെഡി. നമ്മളിനി അച്ചാർ ഞങ്ങൾ കുറച്ച് പെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തിന്റെ പെട്ടിയാണ് കേട്ടോ? അച്ഛൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടിയ പെട്ടിയാ അല്ലേ? ഇത് സവർ ക്രീമിന്റെ അച്ചാർ. അടിപൊളി അച്ചാറാണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഇങ്ങനെ നല്ല അച്ചാർ ഉണ്ടാക്കാൻ പറ്റും. ഇത് ടിന്നിലാക്കി വെക്കുന്നത് എന്തിനാണെന്ന് എന്തോ പറഞ്ഞായിരുന്നു? ചട്ടിയിലിരുന്നാ പറ്റിപ്പോ അല്ലേ? ഇത് ഓൾറെഡി ചൂടായതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള വെള്ളം അങ്ങോട്ട് വലിഞ്ഞു, അപ്പോൾ ലാസ്റ്റ് ഉണങ്ങിയിരിക്കും. ഇതിൽ ഒരു പാത്രം എനിക്ക്, ഒരു പാത്രം ഇച്ചന്. അങ്ങനെയുണ്ട്. അങ്ങനെ എൻ്റെ പാത്രം അവിടെ തന്നെ ഇരിക്കും. ഇല്ല, അങ്ങനെ നമുക്ക് നോക്കാം. എന്റെ പാത്രത്തിൽ നിന്ന് ഇച്ചനും എടുക്കരുത്, ഇച്ചന്റെ പാത്രത്തിൽ ഞാനും എടുക്കില്ല. അപ്പൊ ആരുടെ വേഗം തീരാതിരിക്കും. കാണാതെ വിചാരിക്കും അവർ രണ്ടുപേരും രണ്ട് സമയത്ത് കുക്കാണ്. രണ്ടാൾക്കാർ, ഒരാൾ അവനവന് വേണ്ടിയിട്ടുള്ള മാത്രം ഉണ്ടാക്കുള്ളൂ പറയും. ഇല്ല കേട്ടോ, ഇച്ചൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണം, ഞാൻ ഇച്ചന് വേണ്ടിയിട്ട് ഉണ്ടാക്കും. അപ്പൊ അവർ വിചാരിക്കും നീ അതിനെപ്പോഴും ഉണ്ടാക്കണേ. ഞാൻ ഉണ്ടാക്കുന്നത് ഷൂട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ നിങ്ങൾ കാണിക്കാൻ കൊള്ളത്തില്ല. ഇച്ചൻ ഉണ്ടാക്കുന്നത് പിന്നെ കാണിക്കാൻ കൊള്ളാം. പക്ഷെ ഞാൻ ഇന്നാളൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയായിരുന്നു, സൂപ്പറായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ പറയാം. അപ്പൊ നമ്മുടെ അച്ചാർ റെഡി 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 പുള്ളിയുടെ അതാണ്. റെഡി റെഡി എന്ന് പറയുന്നത് നമുക്ക് പറയാം കോപ്പിറൈറ്റ്. തന്നെ എരിവ് മാറിട്ടെ പോരാ മതില്ലേ? അപ്പൊ നമ്മുടെ അച്ചാർ റെഡി ആയിരിക്കുന്നു. അച്ചാർ റെഡി. അടുത്തത് നമ്മൾ ചൂടാറാനായിട്ട് സൈഡിലേക്ക് മാറ്റിക്കാം. ഓക്കെ.